മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകിയ വിജയം ബി.ജെ.പി ക്യാമ്പുകളെ ആവേശത്തിലാക്കി. എന്നാൽ മഹാരാഷ്ട്രയിലെ ഉയർന്ന പോളിംഗ് ശതമാനവും ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണെന്ന വിലയിരുത്തലിലാണ് മഹാവികാസ് അഘാഡി സഖ്യം. രാഹുൽ ഗാന്ധി ഓൺലൈൻ വഴി ഇന്ന് പ്രത്യേക യോഗം വിളിച്ചു. ദില്ലിയിൽ ബി.ജെ.പി ആസ്ഥാനത്തും യോഗം ചേരും. ജാർഖണ്ഡിൽ ജെ.എം.എം വലിയ ആത്മവിശ്വാസത്തിലാണ്. സിബി ചേരുന്നു. സിബി, രണ്ട് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. എങ്ങനെയാണ് സാഹചര്യം? ഷമി, മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം വരാനും ഇനിയിപ്പോൾ നാളെ പാലക്കാട് ചലക്കരയ്ക്കൊപ്പം തന്നെ വരും. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്രയും ജാർഖണ്ഡും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഇനിയിപ്പോൾ ആര് ഭരിക്കുമെന്നുള്ളത് അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു എക്സിറ്റ് പോൾ എല്ലാം തന്നെയും പുറത്തു വന്നത് വലിയ ആത്മവിശ്വാസം ബി.ജെ.പി ക്യാമ്പിനുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായും തള്ളുകയാണ് ഇന്ത്യ സഖ്യം. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും പ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകുന്നത്. പ്രത്യേകിച്ച് അവിടെ മഹാവികാസ് അഘാഡി സഖ്യവും മഹായുദ്ധ സഖ്യവും എല്ലാം തന്നെയും നേർക്കുനേർ പോരാടിയ ഒരു സംസ്ഥാനം കൂടിയാണ്. മാത്രമല്ല അവിടെ വളരെയധികം രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമായ ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ട്. എന്തായാലും അവിടെ NCPക്കും അതോടൊപ്പം തന്നെ ഈ ശിവസേനയ്ക്കെല്ലാം തന്നെയും ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് മഹാരാഷ്ട്രയിൽ വരാൻ പോകുന്നത്. എന്തായാലും വലിയ കണക്കുകൂട്ടലിലാണ്. മഹാരാഷ്ട്രയിൽ 26-ാം തീയതിക്ക് മുൻപായി തന്നെ പുതിയ സർക്കാർ അധികാരമേൽക്കണം. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായി ഇപ്പോൾ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ ബി.ജെ.പിയും കോൺഗ്രസും എല്ലാം തന്നെയും പ്രത്യേകം യോഗം ദില്ലിയിൽ ചേരുകയാണ്. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ഓൺലൈൻ വഴിയെല്ലാം തന്നെയും യോഗം ചേരുകയും മഹാരാഷ്ട്രയിൽ ഒരു തൂക്ക് സഭയൊക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മുന്നണികൾ എപ്പോഴെങ്കിലും വേണമെങ്കിലും ഈ സഖ്യത്തിൽ നിന്ന് മാറാനുള്ളൊരു സാഹചര്യം എല്ലാം തന്നെയും മഹാരാഷ്ട്രയിലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെയും ഒരു കുതിരക്കച്ചവടം നടക്കാനുള്ള സാധ്യത എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസ് എല്ലാം തന്നെയും ഇന്നിപ്പോൾ യോഗം ചേരുന്നു. ബി.ജെ.പി ഇന്നലെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ യോഗം ചേർന്നിരുന്നു. ഇന്നും JP നദ്ദയുടെ അധ്യക്ഷതയിലെല്ലാം തന്നെയും യോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ജാർഖണ്ഡിലേക്ക് പോയാൽ ജാർഖണ്ഡിൽ ജെ.എം.എം വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഗോത്ര മേഖലയിൽ തങ്ങൾക്കുള്ള സ്വാധീനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഹേമന്ത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യവും NDA സഖ്യവും. സിബിയാണ് വിവരങ്ങൾ നൽകിയത്.